എവ്രിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീൻ്റെ വ്ളോഗാണ് ഞാൻ കാണിക്കാൻ വന്നത്. അപ്പോൾ ഓരോന്നായി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ SUൻ്റെ എൻട്രൻസ്. ഇത് ന്യൂ ബിൽഡിംഗ് ആണ്. SUക്ക് 2 ബിൽഡിംഗ് ഉണ്ട്, ഓൾഡ് ബിൽഡിംഗ് ഉണ്ട്, ന്യൂ ബിൽഡിംഗ് ഉണ്ട്. ഓൾഡ് ബിൽഡിംഗ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇതിലൂടെ കയറി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഓൾഡ് ബിൽഡിങ്ങിലോട്ട് പോകാനൊരു ബ്രിഡ്ജ് ഉണ്ട്. അതിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓൾഡ് ബിൽഡിങ്ങിലോട്ട് പോവുക. അപ്പോൾ ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഇവിടെയാണ് മിക്ക ലെക്ചേഴ്സും സെമിനാറും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ മിക്ക സ്റ്റുഡൻസ് ഇങ്ങോട്ടാണ് വരിക. കാരണം ഈ ന്യൂ ബിൽഡിങ്ങിലാണ് ലൈബ്രറി, ബാഡ്മിൻ്റൺ കോർട്ട്, അതുപോലെ പബ്ലിക് ലെക്ചർ ഹാള്, അതുപോലെ വലിയ സെമിനാർ ഹാളും വലിയ ലെക്ചർ ഹാളും ഒക്കെ ഉള്ളത് ഈ ബിൽഡിങ്ങിലാണ്. അപ്പോൾ മിക്ക സ്റ്റുഡൻസ് ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഞാൻ യൂണിവേഴ്സിറ്റി വ്ളോഗ് പല ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം ഇപ്പം ഗ്രാജുവേഷൻ ആയിരുന്നു, അല്ലാത്ത സമയത്ത് എടുത്ത വീഡിയോസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് SUൻ്റെ ലോബി. ഇവിടെയാണ് സ്റ്റുഡൻസ് വന്നിരുന്ന് പഠിക്കുക, അതുപോലെ തന്നെ ചിൽ ഔട്ട് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊക്കെ വന്ന് ഇവിടെ ഇരുന്നിട്ടാണ്. SUൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണ് കേട്ടോ SUൻ്റെ ക്ലാസ് റൂംസും അതുപോലെ തന്നെ ഓരോ ഫ്ലോറും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങളെ ഫസ്റ്റ് ഫ്ലോറിലുള്ള വാഷ്റൂമാണ്. ഭയങ്കര ഭംഗിയാട്ടോ. ഇത് ഗേൾസ് വാഷ്റൂമാണ്. ഇപ്പോൾ ഗ്രാജുവേഷൻ നടക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട്. ഭയങ്കര ഭംഗിയാട്ടോ. അതിൻ്റെ ഉള്ളിലൊരു സോഫ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റീൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള പബ്ലിക് ലെക്ചർ ഹാളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ സെമ്മത്തെ പിള്ളേരും പബ്ലിക്കായിട്ടുള്ള ലെക്ചർ നടക്കുന്ന സമയത്ത് ഈ ഹാളിലാണ് വെക്കുക. ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ അറ്റ് എ ടൈം കുറേ സ്റ്റുഡൻസിന് ഒരുമിച്ചിരുന്ന് ലെക്ചർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ്. ഗായ്സ്, ഇനി ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാം. കാരണം സെക്കൻഡ് ഫ്ലോറിലാണ് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എക്സാം ഹാൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ SUൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ എക്സാം ഹാൾ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. ഉള്ളിലോട്ട് ഞങ്ങൾക്ക് ഗാഡ്ജറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ എക്സാം ഒന്നും ഇല്ല. എക്സാം ഉള്ള സമയത്ത് മോണിറ്റർ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. CC ക്യാമറാസ് ഉണ്ട്, അവിടെ വലിയ പ്രൊജക്ടേഴ്സ് ഉണ്ട്, അതിലോട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഒരുമിച്ചിരുന്നാൽ പോലും എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, അടുത്തുള്ള ആൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കുറേ സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കതും ഉണ്ടാവും. പക്ഷേ ചില സബ്ജക്റ്റ് ബേസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് ടൈപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ എക്സാംസ് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആട്ടോ SUവിൽ. ഇത് വേറൊരു കുഞ്ഞു എക്സാം ഹാളാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും ഇതുവരെ സെക്കൻഡ് ഫ്ലോറിൽ നടന്നിട്ടില്ല. ഞങ്ങൾ ആകെ സെക്കൻഡ് ഫ്ലോറിൽ പോവുക എക്സാം ഉള്ള സമയത്താണ്. എൻ്റെ വോയിസ് ക്ലിയർ അല്ല, കാരണം താഴെ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിലുള്ള മാക്സിമം ക്ലാസ്സുകൾ കവറപ്പ് ചെയ്യാൻ നോക്കാം, കാരണം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലാഗായി പോകും. മാക്സിമം ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത് ലെക്ചർ ഹാൾസ്, അതുപോലെ സെമിനാർ റൂംസ്. പിന്നെ SUവിൽ മെഡിസിൻ അല്ലാതെ വേറെയും പല കോഴ്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇത് എന്തോ ഗെയിമിങ്ങിൻ്റെ കോഴ്സാണെന്ന് തോന്നുന്നു. പക്ഷേ SUവിൽ ഓരോ ഫ്ലോർ കാണാനും നല്ല രസമാട്ടോ. അങ്ങനെ നോക്കിക്കാൻ തോന്നും. അത് ഗെയിമിങ്ങിൻ്റെ ഒക്കെ ആ ഒരു കമ്പ്യൂട്ടറൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി. ഇത് 6th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതുണ്ടോ ലെക്ചർ ഹാൾസ് ഉണ്ട്, ആ കാണുന്നതാണ് ലെക്ചർ ഹാൾ. അതുപോലെ മുകളിൽ കാണുന്നതും ലെക്ചർ ഹാളിലാണ്. അങ്ങനെ ഓരോ ഫ്ലോറിലും അതായത് 12th, അതായത് 512, 612 അങ്ങനത്തെ നമ്പറുള്ളതൊക്കെ ലെക്ചർ ഹാൾസ് ആണ്. ചില ക്ലാസ് റൂംസ് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലൈബ്രറി ഫുള്ളാണെങ്കിൽ ഞങ്ങൾക്ക് വന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കാം. ഇവിടെ ഇപ്പോൾ കുറേ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് അനാട്ടമി ലെക്ചറാണ്. ഓൾറെഡി തുടങ്ങി, 2 minutes ലേറ്റായി. പക്ഷെ മാം ഇപ്പോൾ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് SUവിലെ സ്പെഷ്യൽ പ്ലേസ്. അതെന്താണെന്നറിയോ? ഇവിടെയാണ് ഞങ്ങളെ പ്രെയർ ഹാൾ ഉള്ളത്. അതായത് ന്യൂ ബിൽഡിങ്ങിൽ 8th ഫ്ലോറിൽ. ഇപ്പുറത്തെ ഗേൾസിനും അപ്പുറത്തെ ബോയ്സിനും ആണ്. സെൻറ്ററിലൊരു കവറിങ് ഉണ്ട്. അപ്പോൾ ഉള്ളിൽ ഖുർആനുണ്ട്, നിസ്കാരപ്പായ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഞാൻ ഇൻസൈഡും കാണിച്ചു തരാം. പക്ഷേ ഇത് ആക്ച്വലി നിസ്കരിക്കുന്ന ആൾക്ക് ഏറ്റവും നല്ലതാണ്. മുസ്ലിം സ്റ്റുഡൻസിന് കുറേ ഇങ്ങോട്ട് വരുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും, അവിടെ വന്ന് നിസ്കരിക്കാൻ പറ്റുമോ, കറക്റ്റ് സമയത്തിനെല്ലാം ചെയ്യാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യുക.
ഗൈസ് അപ്പോൾ ഇതാണ് 8th ഫ്ലോറിലെ ബാഡ്മിൻ്റൺ കോർട്ട്. ഗൈസ് അപ്പോൾ ഇതാണ് 9th ഫ്ലോറിലെ നമ്മളെ ലൈബ്രറിയിൽ നമുക്ക് കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ അവിടെ ബുക്സ് വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് TRC കൊടുത്ത് അല്ലെങ്കിൽ TRC അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ട് വായിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ തിരിച്ചവിടെ കൊടുക്കണം. അപ്പോൾ അവർ നമ്മളെ പാസ്പോർട്ട് അല്ലെങ്കിൽ TRC തിരിച്ച് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര സൈലൻസ് ആട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാനോ ഫോൺ എടുക്കാനോ ഒന്നും പാടില്ല. ഫോണിൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി വരണം. ലൈബ്രറി അത്യാവശ്യം എന്നും ഫില്ലായിരിക്കും. എന്നും ലൈബ്രറിയിൽ കുട്ടികളുണ്ടാവും പഠിക്കാൻ. അത്യാവശ്യം വലിയ ലൈബ്രറി ആട്ടോ നമ്മളെ ഇവിടുത്തെ ലൈബ്രറി. പോകാനുള്ള വഴി. അപ്പോൾ ഞങ്ങൾ ചില ലെക്ചേഴ്സൊക്കെ നടന്നു കഴിയുമ്പോൾ സെമിനാർസ് മറ്റേ ബിൽഡിങ്ങിലേക്കുണ്ടാകുക. അപ്പോൾ ഇവിടുന്ന് ആ ബിൽഡിങ്ങിലോട്ട് ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഫ്ലൈറ്റാണ് ഓർമ്മ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതാണ് ന്യൂ ബിൽഡിംഗ്. അപ്പുറത്ത് നേരെ കാണുന്നതാണ് ഓൾഡ് ബിൽഡിംഗ്. അപ്പോൾ ഇത് പാസ് ചെയ്തിട്ട് വേണം ഓൾഡ് ബിൽഡിങ്ങിലോട്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. ഇപ്പം ഞാൻ പോകുന്നത് അനാട്ടമി സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനാട്ടമി സെമിനാർ നമുക്ക് ഓൾഡ് ബിൽഡിങ്ങിലാണ് ഉണ്ടാകുക. അപ്പം അനാട്ടമി സെമിനാർ റൂം ഞാൻ കാണിച്ചു തരാം. അനാട്ടമി സെമിനാർ സമയത്ത് ഞങ്ങൾക്ക് പ്രസൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ ഓരോരാൾ മുന്നേ പോയിരുന്നിട്ട് ഓരോ ടോപ്പിക് എടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ ആർട്ടറി സപ്ലൈ ടു ദി ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്തിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാം ഇടയിൽ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് നമ്മൾ ആൻസർ പറഞ്ഞാൽ മതി. മാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മാമാണ്. പക്ഷേ എല്ലാ സെമിനാറിലും ഞങ്ങൾ ഓരോ ടോപ്പിക് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാണ് SCUലെ ക്യാൻറ്റീൻ. ഇത് ഓൾഡ് ബിൽഡിങ്ങിലാട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് വന്ന് ഇരുന്ന് പഠിക്കും, അല്ലെങ്കിൽ ഇരുന്ന് ചായ കുടിച്ച് തിരിച്ചോവും. ഇതാരാന്നറിയോ? ഇതാണ് ഞങ്ങളെ യൂട്യൂബർ ഫാത്തിമനെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം അറിയപ്പെടുന്നൊരു യൂട്യൂബറാണ്. ഫാത്തിമക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളെല്ലാവരും ഫിസയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞാൻ താഴെ കമൻറ്റ് ചെയ്യും, അതിൽ എന്നെയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ ക്യാൻറ്റീൻ അത്യാവശ്യം വലുതാണ്. കണ്ടോ, കുറേ ചെയർസ് ഉണ്ട്, കുറേ ടേബിളുണ്ട്, മുകളിലും കുറേ പ്ലേസ് ഉണ്ട്. ഇവിടെ വന്നിരുന്ന് കോഫി കുടിക്കുമ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ ഇരുന്ന് പഠിക്കുകയും ചെയ്യും. കണ്ടോ, ആദ്യം എന്തോ വാങ്ങി. എങ്ങനെയുണ്ട്? നല്ലില്ലേ? ഇത്രയും വലിയ ക്യാൻറ്റീനാന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ഒന്നും കിട്ടൂല, ബിരിയാണി ഒന്നും കിട്ടൂല. പക്ഷെ നമുക്ക് ചായ കിട്ടും, പിന്നെ പൊട്ടറ്റോ പഫ്സ് കിട്ടും, എഗ് പഫ്സ് കിട്ടും, പിന്നെ ജോർജിയൻ കച്ചാപുരീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും. നമുക്കിപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് ഓടി പോകാൻ പറ്റില്ലെങ്കിൽ യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് കോഫി കുടിച്ച് തിരിച്ചു പോകാം. പക്ഷെ വലിയതാണ്, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. ഈ ക്യാൻറ്റീനെ കുറിച്ചിട്ട് ഇർഫാൻ എന്താ പറയാനുള്ളത്? എന്ത് ഫുഡ് എവിടെ കിട്ടുക? എല്ലാ ഐറ്റം കിട്ടുമോ? ബൈ ബൈ. കേക്ക് കിട്ടും ഗൈസ് നമ്മളെ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇതാണ് അപ്പോൾ ഓൾഡ് ബിൽഡിംഗ് ലോബി കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്രാജുവേഷൻ നടക്കുന്നതുകൊണ്ട് കുട്ടികളൊക്കെ വന്ന് അവരുടെ കോട്ട് കളക്ട് ചെയ്ത് ന്യൂ ബിൽഡിങ്ങിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടാം, കാരണം ഓൾഡ് ബിൽഡിങ്ങിലാണ് ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം ഒന്നിലിട്ടാൽ ഭയങ്കര ലാഗായി പോവും.
അപ്പോൾ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.